മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ കൊമ്പ് കോർത്ത ഒരു വിവരം, ഒരു വാർത്ത, അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതക വിഷയമായിട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ വാക്പോരുണ്ടായത്. പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവും കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അഭിസംബോധന ചെയ്ത വിഷയം അതുതന്നെയാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. ഇത് കേട്ടപാടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി ചെന്നിത്തലയ്ക്ക് നേരെ തിരിയുകയായിരുന്നു. താങ്കളാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുമുള്ള ആളാണെന്നും ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിയതിൽ അസഹിഷ്ണുത കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിന് മറുപടിയായി നൽകിയത്. എന്ത് പറയണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്നും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അൺപാർലമെന്ററി അല്ലെന്നും രമേശ് ചെന്നിത്തല തൊട്ടു പിന്നാലെ മറുപടി നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെയാണെന്ന് സഭയിൽ കാണാൻ സാധിച്ചത്. തിരിച്ച് കണക്കിന് മറുപടിയും, ഓരോ ചോദ്യത്തിനും താൻ ഓരോ തവണയും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുകയല്ല വേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വാക്പോര് തന്നെയാണ് ഇന്ന് സഭ കേൾക്കേണ്ടി വന്നത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഒരു സിനിമാ രംഗത്തെക്കുറിച്ചും അതിലെ ഒരു ഡയലോഗിനെ കുറിച്ചും അത് കുട്ടികൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നതിനെക്കുറിച്ചുമുള്ള ചില വിഷയങ്ങളും പരാമർശിക്കുകയുണ്ടായിരുന്നു. സഭയിലെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ കാണാം. അതേസമയം മിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് KT ജലീൽ വി ഡി സതീശന് മറുപടി നൽകിയതിൽ വി ഡി സതീശൻ ജലീലിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സഭയിൽ ചർച്ച ആരംഭിച്ചത്. നിയമസഭയിൽ ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരായിട്ടുള്ള ചർച്ചയിൽ പ്രസംഗം തുടങ്ങിയതും അങ്ങനെയായിരുന്നു. താൻ ഏറെ ബഹുമാനിതനായി എന്നാണ് സതീശൻ പറഞ്ഞത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് വിളിച്ചത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചപ്പോഴായിരുന്നു. തൊട്ടു പിന്നാലെ ഇങ്ങനെയുള്ള ചില നാടകീയ സംഭവങ്ങൾ കൂടി സഭയിൽ അരങ്ങേറിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ, ഏവരെയും ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ, അച്ഛനമ്മമാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന, ഉത്കണ്ഠയിലാക്കിയിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് സഭ ചർച്ചയിലെടുത്തത്. കുഞ്ഞുങ്ങളെ അവർ സംശയിക്കാൻ തുടങ്ങി. പൊതുസമൂഹത്തിൽ അക്രമം വർദ്ധിക്കുന്നു. രാസലഹരി മരുന്നിൻ്റെ വ്യാപനം രൂക്ഷമായി മാറുന്നു. കുട്ടികൾ അടിമപ്പെടുന്നു. വലിയ അളവിൽ രാസലഹരി കേരളത്തിൽ എത്തിച്ചേരുന്നു. കേരള സർക്കാർ ഇതിന് നടപടി അടിയന്തരമായി തീരുമാനിക്കണം, കൈക്കൊള്ളണം. ഒരിക്കലും പ്രതിപക്ഷത്തിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം വിഷയം വീണ്ടും ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചതുപോലും ഇതിൻ്റെ മറുപടി എന്നോളമാണ്. ഓരോ മലയാളിയും, ഓരോ മാതാപിതാക്കളും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. നാട്ടിൽ അക്രമത്തിൻ്റെ സ്വഭാവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കെതിരെ ആർക്കും ഏതും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കാരണക്കാരായിട്ടുള്ള കുട്ടികളെ പിന്നീട് പരീക്ഷ എഴുതിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു പ്രശ്നവുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ അവർ മുന്നോട്ട് നീങ്ങി. അപ്പോൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കിട്ടുന്നത്? ആരെയും കൂട്ടം കൂടി കൊല്ലാമെന്നുള്ള, ആരെയും കൂട്ടം കൂടി കൊന്നാൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ള സന്ദേശം കുട്ടികൾക്ക് കിട്ടുന്നു. അതാണ് കോഴിക്കോട്ട് സംഭവിച്ച വിഷയത്തിലും ആ വോയിസ് റെക്കോർഡ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നപ്പോൾ ഏവർക്കും മനസ്സിലാക്കി. അധ്യാപകർക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തും ആർക്കും ചെയ്യാമെന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി തന്നെ ഉദാഹരണം കാണിക്കുന്നു. നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ ആളുകളുടെ പ്രതിഷേധിച്ചവരുടെ തലയടിച്ച് പൊട്ടിച്ചപ്പോൾ അവർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചു.
വധശ്രമത്തിന് കേസെടുത്ത കുറ്റവാളികൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പോലും മുഖ്യമന്ത്രി പറയുന്നു. അത് തന്നെ സമൂഹത്തിന് എന്ത് തരം സന്ദേശമാണ് നൽകുന്നത്? ഇത്തരത്തിൽ മോശകരമായ സന്ദേശം നൽകുന്ന മുഖ്യമന്ത്രി തന്നെ മാതൃകയായി മാറുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങൾ പോലും മനസ്സിൽ ഉരുവിടുന്നത്.